കോട്ടയം ജില്ലയിലെ കാനം പ്രദേശത്ത് നിന്ന് ഉത്ഭവിച്ച് വാഴൂർ, പള്ളിക്കത്തോട്, കൂരോപ്പട, അകലക്കുന്നം, കിടങ്ങൂർ, അയർക്കുന്നം എന്നീ പഞ്ചായത്തുകളിലൂടെ ഏതാണ്ട് 30 കിലോമീറ്ററുകൾ ഒഴുകി പുന്നത്തുറ കമ്പനിക്കടവിൽ വെച്ച് മീനച്ചിലാറ്റിൽ സംഗമിക്കുന്ന പന്നകം തോട് പ്രവാഹവീഥിയുടെ ഇരുകരകളിലുമുള്ള മനുഷ്യരുടെ ജീവിതത്തിൻ്റെ ഭാഗവും കാർഷിക പ്രവർത്തനങ്ങളുടെ ആധാരവുമായി നിലനിൽക്കുന്നു. പന്നകൻ എന്ന പാമ്പ് ഇഴഞ്ഞുപോയ വഴി പരിണമിച്ചുണ്ടായ തോട് എന്ന വാമൊഴിയെ സാധൂകരിക്കുന്ന രീതിയിൽ വളഞ്ഞു പുളഞ്ഞൊഴുകുന്ന ഈ ജലപാത പ്രദേശത്തെ നിരവധി ആരാധനാലയങ്ങളുടെ ഉത്ഭവവും നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഐതിഹ്യങ്ങളിലും ചരിത്രലേഖകളിലും സ്ഥാനം പിടിച്ചിട്ടുണ്ട്. കോട്ടയം ജില്ലയുടെ ജലസമൃദ്ധിയുടെ പ്രതീകമായ മീനച്ചിലാറിൽ സംഗമിക്കുന്ന ഏറ്റവും വലിയ തോടായ പന്നകം പ്രവാഹവീഥിയുടെ സവിശേഷതകൾക്കനുസരിച്ച് പ്രദേശത്തിൻ്റെ സ്വാഭാവികത നഷ്ടപ്പെടുത്താതെ നാടിൻ്റെ ഭാഗമായിക്കൊണ്ട് നാടിൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റി ഒഴുകിക്കൊണ്ടിരിക്കുന്നു. കാനം പ്രദേശത്തെ കരിമ്പനക്കുഴി, കാഞ്ഞിരപ്പാറ, മുണ്ടൻകുന്ന്, മാലക്കണ്ടം, പൊന്മാറ, ഉദയപുരം എന്നീ മേഖലകളിൽ നിന്നുള്ള അരുവികൾ സംഗമിച്ച് പന്നകം തോട് 14-ാം മൈൽ ഡാനാവുങ്കൽ പടി വഴി പുളിക്കൽ കവലിൽ എത്തിച്ചേരുന്നു. പള്ളിക്കത്തോട് ചെല്ലോലി പ്രദേശത്തെ സ്വകാര്യ വ്യക്തികളുടെ പറമ്പുകളിൽ നിന്നുള്ള ചെറിയ അരുവികൾ കയ്യൂരി കവലയിൽ വെച്ച് കൊടുങ്ങൂർ റൂട്ടിൽ 1-ാം മൈലിൽ നിന്നുള്ള മറ്റൊരു അരുവിയുമായി സംഗമിക്കുന്നു. ഈ ജലപ്രവാഹം പള്ളിക്കത്തോട് പോലീസ് സ്റ്റേഷൻ കവലയിൽ വെച്ച് ആനിക്കാട് പള്ളിക്ക് സമീപത്തു നിന്ന് ഉത്ഭവിച്ച് ആനിക്കാട് ITIയുടെ മുൻവശത്തു കൂടി ഒഴുകി ആനിക്കാട് ശ്രീ ഭഗവതി ക്ഷേത്രത്തിൻ്റെ കിഴക്ക് ഭാഗത്തെത്തി പള്ളിക്കത്തോട് കവല വഴി ഒഴുകിയെത്തുന്ന മറ്റൊരു അരുവിയുമായി സംഗമിക്കുന്നു. കാക്കത്തോട് എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ ജലപാത പിന്നീട് അരുവിക്കുഴി ലൂർദുമാതാ പള്ളിയുടെ മുൻവശത്തുള്ള പ്രശസ്തമായ അരുവിക്കുഴി വെള്ളച്ചാട്ടത്തിൽ പതിക്കുകയും അവിടെ നിന്ന് കാക്കത്തോട് മുന്നോട്ടൊഴുകി മടപ്പാട്ട് പാലത്തിങ്കൽ ജംഗ്ഷന്റെ അടുത്തുകൂടി ഒഴുകി പന്നകം തോടിൽ വന്നു ചേരുന്നു. ഈ ജലപ്രവാഹം പിന്നീട് ചാത്തൻപാറ, കണിപറമ്പ്, മഞ്ഞാമറ്റം, മുക്കുകുടി, തെക്കുമറ്റം, ചുവന്നപ്ലാവ്, പടിഞ്ഞാറേ പാലം, പാതുവ, കമ്പനിക്കടവ്, പുന്നത്തുറ ഈസ്റ്റ് എന്നീ പ്രദേശങ്ങളിലൂടെ സഞ്ചരിച്ച് മീനച്ചിലാറ്റിൽ സംഗമിക്കുന്നു. പുളിക്കൽ തോട്, പെരിങ്കുളം തോട്, കാവനാട്ട് തോട്, മീൻതത്തിത്തോട്, ചേറാക്കൽ തോട്, ചാത്തൻപാറത്തോട്, കാക്കവള്ളിത്തോട്, പച്ചിലങ്ങാട് തോട്, നെല്ലിക്കുന്ന് തോട്, മുട്ടിത്തോട്, കൂവേലിത്തോട്, കടമാന്തിയിൽ തോട്, ചലുത്തോട്, തൊടുകുളത്തോട്, പാതുവാത്തോട് ഉൾപ്പെടെ നിരവധി കൈത്തോടുകൾ പന്നകത്തിൻ്റെ ജലസമൃദ്ധിക്ക് സംഭാവനകൾ നൽകുന്നുണ്ട്. ഈ പന്നകത്തോടുമായിട്ട് എനിക്ക് 54 വർഷത്തെ പരിചയമുണ്ട്. 1971-72 കാലഘട്ടത്തിലാണ് ഈ തോടിൻ്റെ സൈഡിൽ വസ്തു വാങ്ങി താമസം ഉറപ്പിച്ചത് ഞങ്ങളുടെ കുടുംബം. അന്ന് ഈ തോടിൻ്റെ വീതി ഇപ്പോൾ ഉള്ളതിൻ്റെ 75% മാത്രമേ ഉള്ളായിരുന്നു ഇതിൻ്റെ വീതി. അത് കാലക്രമേണ വെള്ളപ്പൊക്കം വന്നും സൈഡ് ഭിത്തി ഇല്ലാത്തത് കൊണ്ട് മണ്ണിടിഞ്ഞ് വീതി കൂട്ടി ഈ രീതിയിലായതാണ്. അതോടൊപ്പം കാലക്രമേണ പ്രകൃതിയുടെ മാറ്റവും വലിയ വലിയ കുത്തൊഴുക്കുകളൊക്കെ വന്ന് സൈഡ് ഇടിഞ്ഞാണ് ഈ തോടിന് ഇത്രയും വീതി വരേണ്ട ഒരവസ്ഥയുണ്ടായത്. ഇവിടുന്ന് ഈ കണിപറമ്പെന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് പോകുമ്പോൾ ഏകദേശം ഒരു 4-5 കടവ് ഈ വേനലിൽ വെള്ളം കുറയുമ്പം കാരണവന്മാർ, ഞങ്ങളുടെ അച്ഛനും അപ്പൂപ്പന്മാരൊക്കെ ഈ കുത്തുവലകൾ കൊണ്ട് വെളുപ്പിനെ 4 മണി തൊട്ട് അവിടെ ഇരുന്ന് വല പിടിച്ച് നല്ല രീതിയിൽ നേരം വെളുക്കുമ്പോൾ ഒരു കൂട മീൻ ഒക്കെ കിട്ടുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അതിൻ്റെ 4-1
മത്സ്യസമ്പത്ത് നമ്മുടെ ഈ തോടിലില്ല. പന്നകംതോട് ഇപ്പോൾ മാലിന്യത്തിൻ്റെ ഉറവിടമായി മാറിയിരിക്കുകയാണ്. പന്നകംതോട്ടിലേക്കാണ് ഇപ്പോൾ എല്ലാവരും കൊണ്ടുവന്ന് മാലിന്യം നിക്ഷേപിക്കുന്ന ഒരു സ്ഥലം, ഒരു മാലിന്യ നിക്ഷേപ സ്ഥലമായി പന്നകംതോട് മാറിക്കഴിഞ്ഞു. ഇപ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ റോഡ് സൈഡിലുള്ള ഭാഗത്തെല്ലാം കൊണ്ടുവന്ന് കോഴി വേസ്റ്റ്, ഇറച്ചിയുടെ വേസ്റ്റ്, മറ്റ് മീനിൻ്റെ മാലിന്യങ്ങൾ, അതുകൂടാതെ മറ്റുള്ള ബാർബർ ഷോപ്പിലെ മുടികൾ, അങ്ങനെ ഏതെല്ലാം തരത്തിലുള്ള മാലിന്യങ്ങളുണ്ടോ അതെല്ലാം ഈ തോട്ടിൽ കൊണ്ടുവന്ന് നിക്ഷേപിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ തോടിൻ്റെ സൈഡിൽ 4 പഞ്ചായത്തിലൂടെയാണ് ഈ തോട് കടന്നു വരുന്നത്. ഈ 2 സൈഡിലൂടെ കൈത്തോടുകൾ വരുന്നുണ്ട്. ഈ കൈത്തോടുകളെല്ലാം മാലിന്യ കേന്ദ്രമാണ്. അവിടുന്ന് ഒഴുകി വരുന്നതെല്ലാം മാലിന്യങ്ങളാണ്. അതുപോലെ തന്നെ വീടുകളിൽ നിന്ന് വരുന്ന വേസ്റ്റ്, വ്യവസായങ്ങളുടെ വേസ്റ്റ്, അതല്ലാതെയുള്ള വേസ്റ്റുകൾ, ഇതെല്ലാം ഈ തോട്ടിലേക്കാണ് വന്നു ചേരുന്നത്. ഇതിൻ്റെ ഞങ്ങളുടെ ഈ കോളനിയുടെ പേര് തന്നെ മുക്കാലി 58 കോളനി എന്നാണ് അറിയപ്പെടുന്നത്. 58 കോളനി ഞാൻ ഇതിനകത്ത് വന്നിട്ട് 30 വർഷത്തിന് മുകളിലായി. ഈ 30 വർഷത്തിന് മുകളിലായെങ്കിൽ പോലും ഈ 30 വർഷം കൊണ്ട് ഞങ്ങൾ ഈ കിടന്ന ജനങ്ങളെല്ലാം അനുഭവിക്കുന്ന ഈ ഒരു സംഭവം മാത്രമേ ഉള്ളൂ. കാരണം എന്ന് വെച്ചാൽ വെള്ളമില്ല എന്നുള്ളൊരു സംഭവമാണ് അന്നും ഇന്ന് വരെ അനുഭവിക്കുന്നത് ഈ 30 വർഷം കൊണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് അത്യാവശ്യം എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾക്ക് ഇതിനകത്ത് 2 പൈപ്പ് കിട്ടുവാണെങ്കിലോ അല്ലെങ്കിൽ പോലെ ഗവൺമെൻറ് അങ്ങനെ ഒരു സംവിധാനം ചെയ്യുവാണെങ്കിൽ ഇവിടെയുള്ള ജനങ്ങൾക്ക് അതൊരു വലിയൊരു അനുഗ്രഹമായിരിക്കും. കാരണം 10-100 വീടിന് മുകളിലുണ്ട്. ഇതിനകത്ത് തന്നെ 78 വീടുണ്ട്. ഇപ്പോൾ എൻ്റെ മുറ്റത്ത് കിണറുണ്ട്. എൻ്റെ മുറ്റത്ത് കിണറുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് 3 മാസത്തേക്ക് വെള്ളമില്ല. കിണറുണ്ടെന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഞങ്ങൾ വെള്ളം കൊണ്ടുവന്ന് കിണറ്റിലേക്ക് അടുപ്പിക്കണം. ഇതാണ് സ്ഥിതി ഇവിടുത്തെ. ഇപ്പോൾ നമുക്കൊരു ഗസ്റ്റ് വന്ന് കൊണ്ടുവരും. ഈ സമയത്തൊക്കെ ഒരു ഗസ്റ്റ് വന്ന് പോയിട്ടുണ്ടെങ്കിൽ തീർന്ന പരിപാടി. ഈ പന്നകംതോട് പറ്റും. പന്നകംതോട് പറ്റും. ഒരു 3 മാസത്തേക്ക് പന്നകംതോട് പറ്റും. അത് പറ്റിക്കഴിഞ്ഞ് ഒരു 3-4 മാസത്തേക്ക് വെള്ളമില്ല. പിന്നെ ആൾക്കാർ അവിടെ ഇവിടെങ്ങളിൽ തോട്ടിൽ കൂടെ കുഴി കുത്തി ഒരു പോലെ ഉണ്ടാക്കി വെച്ചിട്ടാണ് ഈ കുളിയും ജപവും എല്ലാം നടത്തുന്നത്. ഒരു ബക്കറ്റ് വെള്ളം കോരി കഴിഞ്ഞാൽ പിന്നെ അത് വരുന്നോടം വരെ നോക്കി നിൽക്കണം. ഈ ഒരു സ്ഥിതിയാണ് നമ്മുടെ ഈ ഭാഗത്തുള്ളത്. ഒരുപാട് ആൾക്കാർ വെള്ളത്തിന് വേണ്ടി ഒത്തിരി ഭാരപ്പെടുന്ന ആൾക്കാരുണ്ട് ഇവിടെ. അപ്പോൾ ഇതിനൊരു മാറ്റം വരുത്തുവാണെങ്കിൽ വലിയൊരു ഉപകാരമായിരിക്കും. കഴിഞ്ഞ ഒരു 7-8 വർഷങ്ങളായി മറ്റക്കരയിലെ ഒരു സ്ഥിരം പ്രശ്നമാണ് ഈ പ്രളയം, പന്നകംതോട്ടിലെ പ്രളയം എന്നുള്ളത്. ഈ പ്രളയം എന്ന് പറഞ്ഞാൽ നമ്മളത് മനുഷ്യനിർമ്മിതിയാണെന്ന് വേണമെങ്കിൽ പറയാൻ വെച്ചാൽ, ഈ തോടിൽ നമ്മൾ ശാസ്ത്രീയമല്ലാത്ത രീതിയിൽ കുറേ തടയണകൾ പണിത് വെച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് മറ്റക്കര ഭാഗത്ത് എന്ന് പറഞ്ഞാൽ പന്നകംതോട് ഒഴുകുന്നത് ഒരു സമതല പ്രദേശത്തൂടെയാണ്. ഈ സമതല പ്രദേശത്ത് നമ്മൾ ഈ തടയണ കെട്ടിയാൽ അവിടെ ആ വെള്ളപ്പൊക്കം എത്ര രീതിയിൽ അത് പ്രദേശത്തെ ബാധിക്കും എന്നുള്ള രീതിയിൽ യാതൊരുവിധ പഠനവും നടത്തിയിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. വെച്ചാൽ നമുക്കൊരു 1.5 കിലോമീറ്ററിനുള്ളിൽ 2-3 തടയണകളാണ് അടുപ്പിച്ചിരിക്കുന്നത്. അതൊരൊന്നാമത്തെ പ്രധാന പ്രശ്നമാണ്. ഈ പടിഞ്ഞാറേപ്പാലം തടയണ എന്ന് പറയുന്നത് അതിൻ്റെ ബെഡ് തന്നെ തോട്ടിൻ്റെ ബോട്ടം ലെവലിൽ നിന്ന് ഒരു 1.5 മീറ്റർ ഹൈറ്റിൽ നിൽക്കുന്ന ഒരു ബെഡ്, അതിൻ്റെ മുകളിലോട്ടാണ് പിന്നെ തടയണ വഴി പണിത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ലെവലിൽ വെള്ളത്തെ എപ്പോഴും അത് ഹോൾഡ് ചെയ്ത് നിർത്തിയാണ് അവിടെ. കഴിഞ്ഞ 2 വർഷം മുമ്പാണെന്ന് തോന്നുന്നു കോട്ടയം ജില്ലയിൽ പ്രളയം ഉണ്ടാകാത്ത ഒരു സ്ഥലത്ത് മറ്റക്കരയിൽ പ്രളയമായിരുന്നു. ഇവിടെയുള്ള ആൾക്കാരുടെ കൃഷി നശിക്കുന്നു, വീട് നശിക്കുന്നു, വീട്ടിലെ ഉപകരണങ്ങൾ നശിക്കുന്നു, അതുപോലെ വളർത്തു മൃഗങ്ങളെ വെള്ളപ്പൊക്കത്തിൽ ചത്തുപോകുന്നു. അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ കാര്യക്ഷമമായ ഒരു നടപടിയും ഒരു അധികൃതരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. നിലവിലെ കണ്ടീഷൻ ഇപ്പം നമ്മൾ ഈ നിൽക്കുന്ന പ്രദേശം തന്നെ തോട് നികന്നുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. ഇതൊരു പെർമനൻ്റ് ആയിട്ട് ഒരു സൊല്യൂഷൻ കണ്ടില്ലെങ്കിൽ ഭാവിയിൽ പന്നകംതോട് എന്നുള്ള ഒരു സങ്കല്പമായി ഇത് മാറുന്ന ഒരു അവസ്ഥയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ മറ്റക്കരയിൽ അടിക്കടി ഉണ്ടാകുന്ന വെള്ളപ്പൊക്കത്തിന് ശാശ്വത പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിരവധി തവണ പരാതിപ്പെടുകയും വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥരുടെ മുമ്പിൽ പരാതിപ്പെടുകയൊക്കെ ചെയ്തു. പക്ഷേ ആ വെള്ളപ്പൊക്കത്തെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഒരു പ്രാവശ്യം വന്ന് നമ്മുടെ പാലം പൊളിച്ചു. താഴെ ഒരു പാലമുണ്ട്, 55 വർഷം മുമ്പുള്ള പാലമാണ് താഴത്തത്. ഈ പാലം എന്ന് പറയുന്നത് 1982 പണിതാണ്. പക്ഷേ ആ പാലത്തിൻ്റെ അടിത്തറ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഈ പാലം പിടിച്ചു നിൽക്കുന്നത് തന്നെ. ഈ പാലം തകർന്ന് തരിപ്പണമായിരിക്കും, അടിയൊക്കെ തെളിഞ്ഞു വല്ലാതെ കമ്പി ദ്രവിച്ചു കിടക്കുന്നു. ഇതൊരു പാലമല്ല, ചപ്പാത്താണ്. 2024 തന്നെ 5 പ്രാവശ്യമാണ് ഈ വെള്ളം മുങ്ങിയത്. തൊട്ടപ്പുറത്തുള്ള വലിയ ഒരു നദിയായ മീനച്ചിലാറ് പകുതി പോലും ഇല്ലാഞ്ഞ സമയത്ത് ഈ പ്രദേശത്ത് വെള്ളം മുങ്ങി കിടക്കുക. അതുകൊണ്ട് ട്രാഫിക് ഗതാഗതം തടസ്സപ്പെട്ടു. ഞങ്ങൾക്കൊക്കെ അപ്പുറം ഇപ്പുറം പോകാൻ ബുദ്ധിമുട്ടുണ്ടായി.
കാരണം നാട്ടുകാരെന്ന നിലയിൽ അടിക്കടി ഉണ്ടാകുന്ന വെള്ളപ്പൊക്കം കൊണ്ട് കൃഷിനാശനഷ്ടം ഉണ്ടാകുന്നു. അതുപോലെ കുടുംബങ്ങളിൽ വെള്ളം കയറുന്നു, യാത്രാ ക്ലേശം ഉണ്ടാകുന്നു. പല പ്രദേശങ്ങളിലും പനന്തോട്ടിലേക്ക് തോടിൻ്റെ സൈഡുകളിൽ താമസിക്കുന്ന ആൾക്കാർ പാഴ്മരങ്ങൾ വെട്ടിത്തള്ളുന്നു. ചപ്പാത്തായത് കാരണം കൊണ്ട് ഈ ചപ്പാത്തിനോട് ചേർന്ന് ഒന്ന് അടിയുന്നു. അങ്ങനെ വല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് നയിക്കുന്നുണ്ട്. ലക്ഷത്തിൻ്റെ ഒരു എസ്റ്റിമേറ്റാണ് മൈനർ ഇറിഗേഷൻ്റെ പാമ്പാടി ഡിവിഷൻകാർ വന്ന് എടുത്തിരിക്കുന്നത്. അവർ പാടത്തിൻ്റെ ആ മേഖലകളെല്ലാം വന്ന് പരിശോധിച്ചു. അതുപോലെ മണൽ അടിഞ്ഞു കിടക്കുന്ന മേഖലകളെല്ലാം പരിശോധിച്ചു. അങ്ങനെ പരിശോധിച്ച ശേഷം അത് മാറ്റം ചെയ്യുവാനും ആ പാടത്തിൻ്റെ അവിടെ രൂക്ഷമായി നിൽക്കുന്ന വീടിടിച്ചിൽ ഒഴിവാക്കുവാനായിട്ട് അവിടെ കല്ല് കെട്ടുന്നതിന് വേണ്ടി ഉള്ള ഫണ്ടും, അതുപോലെ തന്നെ താഴെയുള്ള ചെക്ക് ഡാം ഒന്ന് പൊളിച്ച് വെള്ളം നല്ല രീതിയിൽ താഴേക്ക് ഒഴുകിപ്പോകുന്നതിന് വേണ്ടിയുള്ള കാര്യത്തിനൂടെ കൂടിയാണ്. പല തോടിൻ്റെ മൊത്തത്തിൽ അകലക്കുന്ന പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ട മേഖലകളിൽ മണൽ മണലിങ്ങനെ കൂടിക്കിടക്കുന്നിടത്ത് ചെന്ന് അവിടുത്തെ മണലുകളെല്ലാം കരയ്ക്ക് കയറ്റുന്ന ഒരു സംവിധാനത്തിന് വേണ്ടിയാണ് ഈ തുക. അടിക്കടി ഉണ്ടാകുന്ന വെള്ളപ്പൊക്കം കൃഷിയെ വളരെ മോശമായ രീതിയിലാണ് ബാധിക്കുന്നത്. തോട്ടിൽ ഒഴുകിയെത്തുന്ന മാലിന്യങ്ങളും കാലാകാലങ്ങളിൽ നീക്കം ചെയ്യുകയും തോട്ടിലേക്ക് കിടക്കുന്ന പാഴ്മരങ്ങൾ നീക്കം ചെയ്യുകയും മണൽ വാരുന്നതിന് ഒരു നടപടി ചെയ്തു കഴിഞ്ഞാൽ ഒരു പരിധിവരെ തോട്ടിലെ വെള്ളമൊഴുക്കിന് ഒരു പരിഹാരം ഉണ്ടാവും. ഈ തോട് ഇത്രയും മലിനമാകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ആളുകൾ വളരെ അലക്ഷ്യമായി ജലാശയങ്ങളെ മലിനപ്പെടുത്തുന്ന തരത്തിൽ ഖരവസ്തുക്കളും ദ്രവവസ്തുക്കളും, അതായത് അഴുക്ക് ജലവും അതുപോലെ തന്നെ പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങളും ഇതിനുള്ളിലേക്ക് വലിച്ചെറിയുന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഒരു മഴക്കാലം ആകുമ്പോഴേക്കും പാലങ്ങളുടെയൊക്കെ തൂണുകളിൽ ധാരാളം പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കുന്നുകൂടുന്നതാണ്. അപ്പോൾ ഇതിനെ മലിനമാക്കുന്ന അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടുത്തേണ്ടത് വലിയ തോതിൽ പ്രവർത്തനം നടത്താൻ കഴിയുന്ന തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് ആണ് ഏറ്റവും വലിയ ചുമതലകൾ. 1986 പരിസ്ഥിതി സംരക്ഷണ നിയമവും അതുപോലെ തന്നെ ഖരമാലിന്യ പരിപാലന ചട്ടങ്ങളും ഒക്കെ അനുസരിച്ച് 5 വർഷം വരെ തടവും 1 ലക്ഷം രൂപ മുതൽ 2 ലക്ഷം രൂപ വരെ പിഴയും ശിക്ഷിക്കാവുന്ന കുറ്റമായിട്ടും കർശനമായ നടപടികൾ ചിലയിടങ്ങളിലെങ്കിലും എടുക്കാൻ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ തയ്യാറായാൽ തന്നെ ഈ തോട് ഇന്നത്തെ അവസ്ഥയിൽ നിന്ന്, ഇതിനെ മലിനീകരിക്കപ്പെട്ട് കിടക്കുന്ന അവസ്ഥയിൽ നിന്ന് ഇതിനെ മാറ്റിയെടുക്കാനാവും. പന്നകം തോട് 10-ൽ കൂടുതൽ കുടിവെള്ള പദ്ധതികളുടെ ശുദ്ധജല സ്രോതസ്സാണ്. അതുകൊണ്ട് തന്നെ അവിടെ വെള്ളം സംഭരിക്കുക എന്നതും അനിവാര്യമായ ഘടകമാണ്. വേനൽക്കാലത്ത് ഇവിടെ തടയണ കെട്ടി ഉണ്ടാക്കുന്ന വെള്ളം കുടിവെള്ളമായിട്ട് ഈ കുടിവെള്ള പദ്ധതികൾ ഉപയോഗിക്കുകയും നാട്ടുകാർക്ക് വിതരണം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. വേനൽക്കാലം കഴിഞ്ഞ് മഴക്കാലമാകുമ്പോൾ ഈ തടയണകൾ, അതിന് മണൽച്ചാക്കുകൾ മാറ്റി വെള്ളം സുഗമമായി ഒഴുകുവാനായിട്ട് നാം തയ്യാറാക്കി കൊടുക്കേണ്ടതുണ്ട്. മറ്റൊരു കാര്യം, ചെക്ക് ഡാമുകളുടെ ഷട്ടറുകൾ ഉയർത്തി വെള്ളം താഴേക്ക് ഒഴുകിപ്പോകാനുള്ള അവസ്ഥ ഉണ്ടാക്കി കൊടുക്കേണ്ടതുണ്ട്. പന്നകം തോട്ടിലെ വെള്ളം ഇടയ്ക്കിടെ ചെക്ക് ചെയ്യുന്ന ഒരു സിസ്റ്റം നമുക്കില്ല. അപ്പോൾ ഈ തോടിനെ, ഇതിൻ്റെ വെള്ളത്തെയും ജലത്തെയും നമുക്ക് രക്ഷിക്കുവാനായിട്ട് എന്തെല്ലാം ചെയ്യാൻ സാധിക്കും? ഒന്ന്, പന്നകം തോടിൻ്റെ നീളം, വീതി, ആഴം എന്നിവ കൃത്യമായി അളന്ന് തിട്ടപ്പെടുത്തിയിരിക്കുന്ന രേഖകൾ പഞ്ചായത്തിലോ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലോ ഉണ്ടോ എന്ന് പരിശോധിക്കേണ്ടതാണ്. ഇല്ല എങ്കിൽ അടിയന്തരമായി ഇതിനെപ്പറ്റി ഒരു ശാസ്ത്രീയമായ പഠനം നടത്തി വേണ്ടപ്പെട്ട രേഖകൾ നമുക്ക് സൂക്ഷിക്കേണ്ടതുണ്ട്. 2, ഇതിൻ്റെ വൃഷ്ടിപ്രദേശത്ത്, അതായത് മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ
ഓരോ വർഷവും എന്തുമാത്രം മഴ ലഭിക്കുന്നുണ്ട് എന്നുള്ള മാപിനി അല്ലെങ്കിൽ അത് അളക്കുവാനുള്ള ഒരു സിസ്റ്റം നമുക്ക് ഇപ്പോൾ ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയുള്ള ഒരു സിസ്റ്റം സ്ഥാപിക്കുകയും ശാസ്ത്രീയമായി അതിനെക്കുറിച്ച് പഠനം നടത്തുകയും മഴക്കാലത്ത് അവിടെ സംഭരിക്കപ്പെടുന്ന ജലത്തിൻ്റെ അളവ്, അവിടെ ഉയരുന്ന ജലനിരപ്പ്, അവിടെ നിന്ന് ഒഴുകിപ്പോകുന്ന വെള്ളത്തിൻ്റെ അളവ് എന്നിവ ശാസ്ത്രീയമായി പഠിച്ച് രേഖപ്പെടുത്തി വയ്ക്കേണ്ടതാണ്. നമ്മുടെ തോട്ടിൽ അടിഞ്ഞുകൂടുന്ന മാലിന്യങ്ങൾ സമയാസമയങ്ങളിൽ വാരി മാറ്റേണ്ട ഉത്തരവാദിത്വം ഇവിടുത്തെ പഞ്ചായത്തിനും ഇവിടുത്തെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിനുമുണ്ട്. അവർ ആ കൃത്യമായിട്ട് നിർവഹിക്കേണ്ടതാണ്. പന്നകംതോട്ടിൽ അടിഞ്ഞുകൂടുന്ന മണൽ കാലാകാലങ്ങളിൽ വാരി മാറ്റുകയും അത് ജനങ്ങൾക്ക് വിവിധ ആവശ്യങ്ങൾക്കായി കൊടുക്കുകയും ചെയ്യാവുന്നതാണ്. അതിന് സർക്കാർ മുൻകൈ എടുത്താൽ തോടിൻ്റെ ആഴം നമുക്ക് കൃത്യമായിട്ട് സംരക്ഷിക്കാൻ സാധിക്കും. ഈ പുഴയുടെ സംരക്ഷണം ഈ നാടിൻ്റെ ഭാഗമാണ്. വരും തലമുറയുടെ സംരക്ഷണമാണ്. ഭാവി തലമുറയ്ക്ക് ആസ്വദിക്കുന്നതിനും പ്രയോജനപ്പെടുത്തുന്നതിനും മനോഹരമായ ഈ പുഴയെ നമുക്ക് സംരക്ഷിക്കാം.